പ്രേമം അത്ര ഭാരിച്ച ഒരു വികാരമാണോ? പ്രേമത്തിന് വലിയ ഭാരമുണ്ടെന്നാണ് പാരീസിലെ ഒരു അനുഭവം സൂചിപ്പിക്കുന്നത്. പ്രേമത്തിൻ്റെ ഭാരം കൊണ്ട് അവിടെ ഒരു പാലം തന്നെ തകർന്നു വീണു. പ്രേമം ജീവിതാവസാനം വരെ അല്ലെങ്കിൽ കാലാകാലം സൂക്ഷിക്കാനായി താഴിട്ട് പൂട്ടി സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ട്. അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രേമം പൂട്ടിവെക്കാനുള്ളതാണോ? അങ്ങനെ താഴിട്ട് പൂട്ടിയാൽ പ്രേമം കാലാകാലം നിലനിൽക്കുമോ? അനുരാഗ നദിയുടെ ഒഴുക്ക് വിഘ്നം കൂടാതെ ഈശ്വരൻ പോലും അനുവദിക്കില്ലെന്നാണ് കവിവാക്യം. അപ്പോഴാണ് വേറുപിരിയാൻ കൂട്ടാക്കാത്ത കമിതാക്കൾ അവരുടെ ശാശ്വത പ്രേമം താഴിട്ട് പൂട്ടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ചിലയിടത്ത് അങ്ങനെയാണ്. പ്രണയം താഴിട്ട് പൂട്ടിയിടും. താക്കോൽ കയ്യിൽ സൂക്ഷിക്കില്ല, ദൂരെ നദിയിലേക്ക് വലിച്ചെറിയും. പാലങ്ങളുടെ കൈവരികൾ, വേലി, ഗേറ്റ് അല്ലെങ്കിൽ ലോകപ്രശസ്ത സ്മാരകങ്ങൾ, ഇവിടെയെല്ലാം പ്രേമപ്പൂട്ടുകൾ കാണാം. പണ്ടൊക്കെ പ്രണയം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇന്നത് പൊതുസ്ഥലങ്ങളിൽ താഴിട്ട് പൂട്ടി സൂക്ഷിക്കുന്നതാണ് യൂറോപ്പിലെ പ്രേമഭിക്ഷുകികളുടെ രീതി. താഴിൽ പ്രണയ ജോഡികളുടെ പേരോ ചുരുക്കപ്പേരോ കോറിയിട്ടിട്ടുണ്ടാകും. നൂറ് വർഷം പഴക്കമുള്ള പ്രണയശീലമാണിതെങ്കിലും 2000 ആണ്ട് മുതലാണ് ഇത് സർവ്വവ്യാപിയായത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സെർബിയയിലെ വിർജ കബാന്യ എന്ന പ്രദേശത്ത് നദ എന്ന സ്കൂൾ ടീച്ചർ നഷ്ടപ്രണയത്തെ തുടർന്ന് ഹൃദയം പൊട്ടി മരിച്ചു. നദായുടെ വിധി തങ്ങൾക്കുമുണ്ടാകരുതെന്ന് കരുതി നാട്ടിലെ കമിതാക്കൾ മോസ്റ്റോൾ ജുബാവി എന്ന പാലത്തിന്റെ കൈവരികളിൽ തങ്ങളുടെ പ്രണയം താഴിട്ട് പൂട്ടി സൂക്ഷിക്കാൻ തുടങ്ങി. ഈ പാലത്തിലായിരുന്നു നദായും പ്രതിശ്രുത വരൻ റെൽജയും കണ്ടുമുട്ടിയിരുന്നത്. ഇതാണത്രേ പ്രേമപ്പൂട്ടിന്റെ അഥവാ പ്രേമത്താഴിന്റെ പുരാവൃത്തം. 2000 ആണ്ട് മുതൽ പ്രേമപ്പൂട്ട് ഒരനുഷ്ഠാനം പോലെ യൂറോപ്പിലെങ്ങും വ്യാപിച്ചു. ജർമ്മൻ പൂട്ട് നിർമ്മാതാക്കളായ അബൂസ് തുരുമ്പെടുക്കാത്ത, കാലത്തെ അതിജീവിക്കുന്ന പ്രേമത്താഴ് തന്നെ വിപണിയിലിറക്കി. യൂറോപ്പിൽ പല രാജ്യങ്ങളിലും പ്രേമപ്പൂട്ട് ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയായി മാറി. പലയിടങ്ങളിലും നിരോധനമേർപ്പെടുത്തി. വിഷയം പ്രണയമായതുകൊണ്ട് തന്നെ പല ലോകപ്രശസ്ത രചനകൾക്കും ചലച്ചിത്രങ്ങൾക്കും പ്രണയത്താഴ് പ്രമേയമായിട്ടുണ്ട്. ഇറ്റാലിയൻ എഴുത്തുകാരൻ ഫെഡറിക്കോ മോച്ചെ ഐ വോണ്ട് യു എന്ന പേരിൽ ലവ് ലോക്ക് ഇതിവൃത്തമാക്കി എഴുതിയ നോവൽ 2007 ചലച്ചിത്രമായി ലോകമെങ്ങും വൻ ഹിറ്റായി മാറി. പ്രണയ നഗരമെന്നാണ് പാരീസ് അറിയപ്പെടുന്നത്. ലോകമെങ്ങുമുള്ള പ്രേമാർത്ഥികളുടെ സ്വപ്ന നഗരമാണിത്. പ്രേമഭാജനങ്ങൾ പാരീസിലെത്തിയാൽ അവർ ലവ് ലോക്ക് ബ്രിഡ്ജ് എന്ന ചെല്ലപ്പേരിൽ വിളിക്കുന്ന സെൻ നദിക്ക് കുറുകെയുള്ള പോണ്ടെസ നടപ്പാലത്തിന്റെ കൈവരികളിൽ പ്രേമത്താഴിട്ട് പൂട്ടി താക്കോൽ നദിയിലേക്കെറിയുക പതിവായിരുന്നു. പ്രേമഭാരം താങ്ങാനാകാതെ ഒരിക്കൽ പാലത്തിന്റെ കൈവരികൾ തകർന്നു വീണു. അന്നാണ് നഗരം പ്രേമത്തിന്റെ ഭാരം എത്രയുണ്ടെന്നറിഞ്ഞത്. അതിനുശേഷം പൂട്ടുകൾ നീക്കം ചെയ്ത് പാലത്തെ പ്രേമവിമുക്തമാക്കി. മുൻകരുതൽ ബോർഡുകൾ സ്ഥാപിച്ചു. പക്ഷേ പ്രേമിക്കുന്നവരുണ്ടോ പിന്മാറുന്നു. അവരിപ്പോൾ പ്രണയം താഴിട്ട് പൂട്ടുന്നത് പള്ളിമുറ്റത്തും മറ്റ് സ്മാരകങ്ങളുടെ സമീപത്തുമാണ്. എന്നാലും പ്രേമത്താക്കോലുകൾ ഇപ്പോഴും സെൻ നദിയിൽ തന്നെ എറിഞ്ഞുകളയുന്നു. ഇതിഹാസ തുല്യമായ പ്രണയം അനശ്വരമാകുന്നത് ഇങ്ങനെ താഴിട്ട് പൂട്ടിയാണ്.